നവംബർ 27 റീസിലെ വിശുദ്ധ മാക്സിമുസിന്റെ തിരുനാളിൽ ആഗോളസഭ. പ്രൊവിൻസിലാണ് മാക്സിമുസ് ജനിച്ചത്. ക്രൈസ്തവരായ മാതാപിതാക്കന്മാർ ശിശുവിനെ ജ്ഞാനസ്നാനപ്പെടുത്തി ദൈവസ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും ആശാപാശങ്ങളെ നിയന്ത്രിച്ചും അഗാധമായ എളിമ അഭ്യസിച്ചും മാക്സിമുസ് എല്ലാവർക്കും ഉത്തമ മാതൃക നൽകിക്കൊണ്ടിരുന്നു. സുന്ദരനും മധുരപ്രകൃതിയുമായ യുവാവ് വഴിതെറ്റാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിലും അവൻ പിതൃഭവനത്തിൽ പ്രാർത്ഥനയിലും സുഹൃത അഭ്യാസങ്ങളിലും പഠനത്തിലും മുഴുകി ഒരു വിപ്രവാസിയെപ്പോലെയാണ് ജീവിച്ചിരുന്നത്. അവസാനം ലോകത്തോട് തന്നെ ബന്ധിക്കുന്ന ശൃംഖല അവൻ വിച്ഛേദിച്ചു. തൻ്റെ സമ്പത്തെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്തുകൊണ്ട് അവൻ ലെറിൻ ആശ്രമത്തിൽ ചേർന്നു. AD 426 ആശ്രമസ്ഥാപകൻ ആൾസിലെ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. അപ്പോൾ മാക്സിമുസ് ലെറിൻസ് ആശ്രമത്തിലെ മേധാവിയായി. അതോടെ ആശ്രമാംഗങ്ങളിലെല്ലാം ഒരു പ്രത്യേക പ്രസന്നത പ്രത്യക്ഷമായി. അനുസരണ എല്ലാവർക്കും മധുരമായി തോന്നി. ലെറിൻസിലെ മെത്രാൻ സ്ഥാനം ഒഴിവായപ്പോൾ തന്നെ നിയമിക്കാതിരിക്കാനായി മാക്സിമുസ് ഒളിവിൽ പോയ ഒരു സംഭവമുണ്ട്. AD 433 റിസ് രൂപതയ്ക്ക് ഒരു മെത്രാനെ ആവശ്യമായപ്പോൾ മാക്സിമുസ് സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ വീണ്ടും ഒളിവിൽ പോയെങ്കിലും അദ്ദേഹത്തെ കണ്ടുപിടിച്ച് മെത്രാനായി സഭ അഭിഷേകം ചെയ്തു. AD 439 റീംസിലെയും AD 441 ഓറഞ്ചിലെയും AD 454 ആൾസിലെയും സൂനകദോസുകളിൽ അദ്ദേഹം പങ്കെടുത്തു. AD 460 നവംബർ 27 തീയതിയാണ് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചത്. വിശുദ്ധ മാക്സിമുസ്, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.